നിലമ്പൂരിലുണ്ടായ മിന്നും വിജയം പരിശോധിക്കുമെന്നും ഫലം സസൂക്ഷ്മം വിലയിരുത്തുമെന്നും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ലീഗിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയേക്കാൾ പരിഗണന ഷൗക്കത്തിന് നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDFന്റെ ഘടകകക്ഷികൾ CPM ഫലം കണ്ണു തുറന്നു കാണണം. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി. ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് CPM അംഗീകരിക്കണം. സെമിയിൽ UDF നേടിയത് വൻ വിജയമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. അൻവർ വോട്ട് പിടിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. അൻവർ വോട്ട് പിടിച്ചാലും UDF ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഒറ്റയാന്മാർ ഒറ്റപ്പെടുമെന്നും ആദ്യം ഒറ്റയ്ക്ക് നടക്കും പിന്നെ ഒറ്റപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന്റെ കാര്യത്തിൽ സതീശൻ പറഞ്ഞത് തന്നെയാണ് മുന്നണി തീരുമാനം. അടച്ച വാതിൽ തുറക്കാൻ താക്കോലുണ്ടല്ലോ എന്ന് പറഞ്ഞത് പൊതുനിലപാടാണ്. അൻവറിന്റെ കാര്യത്തിൽ അല്ലെന്നും KPCC പ്രസിഡന്റ്. അതേസമയം സ്വാമി സച്ചിദാനന്ദുമായി മോദി സ്തുതി തള്ളി സണ്ണി ജോസഫ്. രാഷ്ട്രപിതാവിനോട് താരതമ്യം ചെയ്യാൻ പറ്റിയ ആരുമില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലെ ജമാഅത്ത് ഇസ്ലാമി UDF സഹകരണം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർന്നേക്കും. ജമാഅത്ത് ഇസ്ലാമിക്ക് UDFുമായുള്ള സഹകരണം തുടർന്നു പോകണമെന്നാണ് നിലപാട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടെ UDFുമായി ചർച്ചകൾ തുടരും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി സ്വീകരിച്ചിരുന്നു. ഇത് ഗുണകരമായി എന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുകയായിരുന്നു. വിജയിച്ച ശേഷം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ലഭിച്ചതായി ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞിരുന്നു. ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കെതിരെ LDFും മറ്റും UDFിനെതിരെ രംഗത്തെത്തിയിരുന്നുവെങ്കിലും VD സതീശൻ ഇതിനെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത്. ജമാഅത്ത് ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ല എന്നും സതീശൻ പറഞ്ഞിരുന്നു.